2030 ലോകകപ്പ് ലക്ഷ്യമിട്ട് ബ്രസീൽ ടീമിനെ സജ്ജമാക്കാൻ പരിശീലകൻ കാർലോ ആൻസലോട്ടി യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകി ടീമിന്റെ ബലഹീനതകൾ പരിഹരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. പ്രതിവിധികൾ പലത് ചെയ്തിട്ടും ക്ലച്ച് പിടിക്കാത്ത ബ്രസീലിയൻ ഫുട്ബോളിനെ ഉടച്ചുവാർക്കാൻ കാർലോ ആൻസലോട്ടി കാലങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് താഴെത്തട്ടിൽ നിന്ന് പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ലോക ഫുട്ബോളിലെ വമ്പന്മാരുടെ ശൈലി പകർത്താതെ സ്വന്തമായ ഫുട്ബോൾ വളർത്തിയെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. ബ്രസീൽ ടീമിന്റെ മുന്നേറ്റ പ്രതിരോധ നിരകൾ മികച്ചതെങ്കിലും മധ്യനിരയിൽ പോരായ്മയുണ്ടെന്നാണ് വിലയിരുത്തൽ. യൂത്ത് ഡിവിഷൻ താരങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും 2028 ഒളിമ്പിക്സിന് ശേഷം കൂടുതൽ യുവതാരങ്ങളെ ടീമിന്റെ ഭാഗമാക്കാനുമാണ് ആൻസലോട്ടിയുടെ പദ്ധതി. 5 വർഷം മുൻപ് സ്പെയിനിനെ തോൽപ്പിച്ച് ഒളിമ്പിക്സ് കിരീടം നേടിയ ബ്രസീൽ ടീമിൽ നിന്ന് മാത്തിയസ് കുഞ്ഞയും ബ്രൂണോ ഗിമാറസുമാണ് ലോകകപ്പ് ടീമിലെത്തിയത്. എന്നാൽ ബ്രസീലിനോട് കളിച്ച ടീമിലെ 8 സ്പെയിൻ താരങ്ങൾ ഇത്തവണത്തെ ലോകകപ്പ് കളിച്ചു. ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം നടത്തുന്ന യുവതാരങ്ങളെ കണ്ടെത്തി അവസരം നൽകാനാണ് ആൻസലോട്ടി ലക്ഷ്യമിടുന്നത്. ബ്രസീൽ അണ്ടർ-15, അണ്ടർ-17, അണ്ടർ-20 ടീമിലെ മികച്ച താരങ്ങളെ ടീമിന്റെ ഭാഗമാക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഒരു താരത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഫുട്ബോളിനപ്പുറത്തേക്ക് ടീമായാണ് കളിക്കേണ്ടതെന്നും ആൻസലോട്ടി പറഞ്ഞു. സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലെ 3 സൗഹൃദ മത്സരങ്ങളായിരിക്കും ആൻസലോട്ടിക്ക് മുന്നിലെ ആദ്യ വെല്ലുവിളി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.